അപ്പൊ ഈ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കായിരിക്കുമല്ലോ ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു അഭിപ്രായമൊക്കെ ഉള്ളത്. അപ്പൊ നിങ്ങൾ എങ്ങനെയാ, കാരണം ഈ ഇദ്ദേഹം പറയുന്ന കുട്ടികൾ അവരുടെ അവകാശങ്ങളെ കുറിച്ച് വളരെ അവെയറാണ്. സാറേ, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ഈ കുട്ടി എനിക്ക് 1 വർഷം മുമ്പ് അറിയാം. ഈ കുട്ടി അമ്മൂമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് അമ്മൂമ്മയ്ക്ക് ഒരു താങ്ങായി തണലായി ഈ സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെ മീറ്റിംഗിൽ വന്നൊരു കുട്ടിയാണ്. അപ്പോൾ അന്ന് അമ്മൂമ്മയായിട്ട് നല്ല അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. അമ്മൂമ്മയെ തിരുവാതിര പഠിപ്പിക്കുകയും അമ്മൂമ്മയുടെ കൂടെ നിന്ന് പാട്ട് പാടുകയും ചെയ്ത ഒരു കുട്ടിയാണ്. സാറ് പറഞ്ഞ പോലെ കൃത്രിമ പേരാണ് അനാമിക എന്ന് പറയുന്ന ആ കുട്ടി. അപ്പോൾ ആ കുട്ടിക്ക് ഒരു നിശ്ചിത കാലയളവിനുള്ളിലാണ് ഈ മാറ്റം ഉണ്ടായത്. അതിന്റെ 1 വർഷത്തിന് ശേഷം ഉണ്ടായ മാറ്റം, അതാണ് നമ്മൾ നേരത്തെ ആ കുട്ടി ഇങ്ങനെയൊന്നും ആയിരുന്നില്ലേ? അങ്ങനാണെങ്കിൽ ഈ കുട്ടി അങ്ങനെ വരത്തില്ല. ഞാൻ പറഞ്ഞില്ല, 1 വർഷത്തിന് മുമ്പുള്ള ഈ രാസലഹരി പോലുള്ള സർ, അദ്ദേഹം മുന്നേ പറയുണ്ടായി 3 വർഷത്തോളം ആ കുട്ടിക്ക് 10 വയസ്സിൽ ഇതുപോലെ സമാനമായ ഒരു സ്വഭാവത്തിന്റെ കാണിച്ചിരുന്നു. അദ്ദേഹം പറയേണ്ട ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ലീഗൽ ഫ്രെയിംവർക്കോ അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ മെക്കാനിസം ഇവിടെ ഇല്ല. അപ്പോ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്യ സംസ്ഥാന തൊഴിലാളികൾ കുട്ടികളോ വാർഡ് തലത്തിൽ അനോണിമിറ്റി വരുന്ന കുട്ടികൾക്ക് ഇത്തരം ഒരു റെഡ്രസൽ മെക്കാനിസം ഏത് തരത്തില് വാർഡിൽ എഫക്റ്റീവായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട്. ഡോക്ടറാണല്ലോ അത് പറഞ്ഞത്. ഡോക്ടർക്ക് മറുപടി പറയാൻ പറ്റുമോ? അല്ല, ഇതില് ഈ പ്രായത്തിലൊക്കെ കുട്ടികൾ ഒളിച്ചോടുമ്പം സാധാരണഗതിയിൽ CWCയിൽ കൊണ്ടുപോകും, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കൊണ്ടുപോകും. ഈ കുട്ടിയെ ഒരു ഷെൽട്ടർ ഹോമിൽ ആക്കിയിരുന്നു എന്നാണ് ഞാൻ കേൾക്കുന്നത്. സാധാരണഗതിയിൽ വീട്ടിലെ അന്തരീക്ഷം അനുകൂലമല്ല എന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഈ തരം കുട്ടികളെ ഒരു ഷെൽട്ടർ ഹോമിലാക്കിയിട്ട് കൗൺസിലിംഗ് കൊടുക്കും, മാതാപിതാക്കളെ വിളിച്ചിട്ട് കൗൺസിലിംഗ് കൊടുക്കും. ആ തരത്തിലുള്ളൊരു മെക്കാനിസം നിലവിലുണ്ട്. അതെല്ലാം 100% ഫലപ്രദമായിട്ടാണോ നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, അഡലസൻസ് എന്ന് പറഞ്ഞിട്ടൊരു വെബ് സീരീസ് നെറ്റ്ഫ്ലിക്സിൽ വന്നത്. ജാമിയ മില്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി 13, ഇതേ പ്രായം തന്നെ, ഇതേ പ്രായമുള്ള ഒരു കുട്ടി അയാളുടെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ കൊന്നതിനെ കുറിച്ചിട്ടുള്ള 4 പാർട്ട് സീരീസാണ്. എത്ര ഭംഗിയായിട്ടാണ് ആ കുട്ടിയെ പോലീസ് ചോദ്യം ചെയ്യുന്നത്, എത്ര മനഃശാസ്ത്രപരമായിട്ടാണ് ചോദ്യം ചെയ്യുന്നത്. ആ കുട്ടിക്ക് ഒരു ഫോറൻസിക് സൈക്കോളജിൻ്റെ സേവനം കിട്ടുന്നു. ഇതെല്ലാം കിട്ടുന്നതായിട്ടാണ് ഇതിൽ കാണുന്നുണ്ട്. ആ തരത്തിലുള്ള ഒരു പെർഫെക്റ്റ് മെക്കാനിസം കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് മറുപടി. ഷാജുവും ഒക്കെ അത് അങ്ങനെ തന്നെ പറയും. പക്ഷെ അത് വേണ്ടതാണ്, ആ അത്തരം ഒരു മെക്കാനിസം ഇവോൾവ് ചെയ്യേണ്ടത്. പക്ഷെ നിലവിൽ ഇത്തരം കുട്ടികൾക്ക് ആ തരത്തിലുള്ള ഒരു സൗകര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, 10 വയസ്സിൽ ചൈൽഡ് നീഡിങ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് JJ ആക്ടിൽ പറയുന്ന ആ ശ്രേണിയിൽപ്പെടുന്ന ഒരു കുട്ടി എന്തുകൊണ്ട് 3 വർഷം കൊണ്ട് ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്ന് പറയുന്ന ഒരു കുറ്റകൃത്യം ചെയ്യുന്ന കുട്ടിയായി മാറി എന്നുള്ള ചോദ്യം നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ടതുണ്ട്. നമുക്കൊരു മെക്കാനിസം ഗ്രാസ് റൂട്ട് ലെവലുണ്ട്. 1000-ഓളം ഗ്രാമപഞ്ചായത്തുകളുണ്ട്. ഓരോ പഞ്ചായത്തിലും ചൈൽഡ് വെൽഫെയർ ആൻഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി അഥവാ ബാലസുരക്ഷാ സമിതി എന്ന സംവിധാനം രൂപീകരിച്ചിട്ടുണ്ട്. അത് ഓരോ പഞ്ചായത്തിൻ്റെയും പ്രസിഡന്റ്, ചെയർപേഴ്സണും, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് ചെയർമാൻ, വൈസ് ചെയർപേഴ്സണും, ICDSന്റെ സൂപ്പർവൈസർ, മെമ്പർ സെക്രട്ടറിയും, 2 കുട്ടികൾ, JPHN, പോലീസ്, 2 സാമൂഹ്യ പ്രവർത്തകരടങ്ങുന്ന ഒരു സംവിധാനം എല്ലാ പഞ്ചായത്തിലും രൂപീകരിച്ചിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ഇത്തരം വിഷയങ്ങളിൽ അത് വാർഡ് തലത്തിലും ആവാം. ഇപ്പൊ നേരത്തെ 10 വയസ്സുള്ള കുട്ടി മിസ്സിംഗ് ആയെങ്കിൽ ആ കുട്ടി തീർച്ചയായിട്ടും ഡോക്ടർ പറഞ്ഞ പോലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുമ്പേ ഹാജരാക്കാനുള്ള ചുമതല ആ വാർഡ് സംവിധാനത്തിലുണ്ടായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.